ഉപവാസ പ്രാർത്ഥനയുടെ ഈ രണ്ടാമത്തെ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, മൂന്നാമത്തെ രാത്രിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താൽ ഒരു നിമിഷങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഒരു നിമിഷങ്ങളെ ദൈവാലയത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. കാരണം അവൻ എൻ്റെ ആധാരമാണ്, എൻ്റെ വിശ്വാസത്തിൻ്റെ ആരംഭം എൻ്റെ കർത്താവാണ്. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ ഒരു ചടങ്ങുമില്ലാതെ എന്നെ സൗഖ്യമാക്കിയത് എൻ്റെ യേശുവിൻ്റെ കരമാണ്. പലരെയും മറികടന്ന് എൻ്റെ ജീവിതത്തിന് നടുവിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാക്കി തന്നത് യേശുവിൻ്റെ നാമമാണ്. ഇന്ന് പകൽ എത്ര പേർ, ഈ രാത്രിയിലെങ്കിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ഈ ലോകത്തിൻ്റെതായ ക്ലേശകരമായ പാപമംഗലമായ ജീവിതത്തിൽ ഞാൻ അന്നേ അടിമയായി മാറിയ യേശുവിൻ്റെ സ്നേഹം ഇന്ന് രാത്രിയെങ്കിലും ഒരുമിച്ച് ആ സ്നേഹത്തിന് കീഴിലായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരിക്കൽ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഒരു നിമിഷം കൂടെ കർത്താവിന് നന്ദി പറഞ്ഞാണ്. എല്ലാ ആദരങ്ങളും തുറന്ന് ഒരു നിമിഷം കൂടെ കർത്താവിന് നന്ദി പറഞ്ഞാണ്. എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ, ഞാൻ നിലച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ. എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ, ഞാൻ നിലച്ചതിലും അധികം എന്നെ അത്യന്തം പരമാ. നാം ചോദിച്ചതെല്ലാം ദൈവം നമുക്ക് തന്നില്ലേ? പല കാര്യങ്ങളും നാം ചോദിക്കാതെ ദൈവം നമുക്ക് നൽകി തന്നില്ലേ? ദൈവം നൽകിയ ആയുസ്സും, ദൈവം നൽകിയ ആരോഗ്യവും, ദൈവം നമുക്ക് നൽകി ഭൂമിയിൽ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ആ കർത്താവിന്റെ സ്നേഹത്തോടെ ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടി നടത്തി ചെല്ലുവാൻ തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ 91-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ ആവർത്തിക്കുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവന്റെ നാമത്തെ അറിയുക. അപ്പൊ നാമത്തോട് പറ്റിയിരിക്കുന്നവരെ, ആ നാമത്തെ അറിയുന്നവനെ എന്റെ ദൈവം ഒരിക്കലും വിടുവിക്കാതിരിക്കുന്ന ദൈവമല്ല. ദൈവനാമത്തിന് വേണ്ടി ഒരു ചെലവരെ നീ അനക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവിക ശുശ്രൂഷകൾക്ക് നീ കൈത്താങ്ങൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി നീ ഒരു നേരമെങ്കിലും നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഉപവസിച്ചിട്ടുണ്ടെങ്കിൽ, കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മറുപടി നൽകാതെ വിടുന്നൊരു ദൈവത്തെ അല്ല ഇന്ന് രാത്രി നീ സ്തുതിക്കുന്നത്. മറുപടി തന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം. രാവിലും പകലിലും ആ കൈ നിഴലായി നിന്നു, പരിധികളില്ലാതെ പരിപാലിച്ചോർത്താ. രാവിലും പകലിലും ആ കൈ നിഴലായി നിന്നു, പരിധികളില്ലാതെ പരിപാലിച്ചോർത്താ. എങ്ങനെ കഴിഞ്ഞു പോയോരു ദിനവും ആശ്ചര്യമേ, ഞാൻ നിലച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ. എങ്ങനെ കഴിഞ്ഞു പോയോരു ദിനവും ആശ്ചര്യമേ, ഞാൻ നിലച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ. നന്ദി 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 ദൈവമേ, ഞാനായതിൽ ആധാരം നീയേ. നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൽ ആരംഭം നീയേ.
നമ്മുടെ കർത്താവ് നമ്മളെ പരിധിയില്ലാതെ സ്നേഹിച്ചല്ലേ, പരിധിയില്ലാതെ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തരേണ്ട നോക്കിയ കാര്യമില്ലായിരുന്നു. പക്ഷെ പരിധി വിട്ട് ചില പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ ക്ഷമയുടെ നെല്ലിപ്പല അവരുടെ മുഖത്ത് കാണിച്ച് തുപ്പിയിട്ടുണ്ട്. യേശുവിനെ സ്നേഹിച്ചു കൊണ്ടുകൊണ്ട് വിലാപ്പുറത്ത് കുത്തിയിട്ടും യേശു സ്നേഹിച്ചു. യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞൊരു വായ്മൊഴിയുണ്ട്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണം. പലരെയും മറികടന്നു വന്ന സ്നേഹമാണ് ഇന്നും പകൽ ഈ രാത്രിയിൽ നമ്മൾ അനുഭവിക്കുന്നത്. നമ്മളെക്കാൾ എത്രയോ പാരമ്പര്യം പറയാനുള്ളൂ, എത്രയോ വിദ്യാഭ്യാസ മഹിമയുള്ളവർ, ഉന്നത നിലവാരത്തിൽ ഉന്നത പൊസിഷൻ നിൽക്കുന്നവർ, അവർക്ക് കിട്ടാത്ത നല്ലൊരു ഭാഗ്യം സ്വർഗത്തിലെ അപ്പം നമുക്ക് വേണ്ടി വിളിക്കുന്നതാണ്. അപ്പാ എന്ന് വിളിക്കുക, ആ വിളിക്ക് മുമ്പിൽ ഇറങ്ങി വരുമ്പോൾ സ്വർഗത്തെ എന്ന ദൈവം നമുക്ക് അവകാശമാക്കുക. അതെല്ലാം തുറന്ന ദൈവത്തിന് മഹത്വം പറഞ്ഞാൽ പരിധിയില്ലാതെ നമ്മളെ സ്നേഹിച്ച ദൈവത്തെ, ഞാൻ പറയാനാണ്, പരിധിയില്ലാതെ നമ്മെ സ്നേഹിച്ച ദൈവത്തെ പരിധിയില്ലാതെ നാം ആരാധിക്കണം. അതുപോലെ പരിധി വെക്കാതെ നീ ആരാധിക്കണം. സമയം നോക്കി നീ ആരാധിക്കരുത്, ശരീരത്തിലെ അസ്വസ്ഥതകൾ നോക്കി നീ ആരാധിക്കരുത്, അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കി നീ ആരാധിക്കരുത്. നിന്നെ പിടിവിച്ചത് അടുത്തിരിക്കുന്ന വ്യക്തിക്ക് അറിയത്തില്ല, നീ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അടുത്തിരിക്കുന്ന വ്യക്തിക്ക് അറിയത്തില്ല, യേശുവിന്റെ ഉള്ളത്തിൽ വന്നത് എന്താ എങ്ങനെയാണെന്ന് അടുത്തിരിക്കുന്ന വ്യക്തിക്ക് അറിയത്തില്ല. രോഗത്തിൽ കൂടെ ആയിരിക്കാം, ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടെ ആയിരിക്കാം, പക്ഷേ പരിശുദ്ധാത്മാവിനത് കൈമാറട്ടെ. പാരമ്പര്യത്തിനകത്തുനിന്നും യേശുവിന്റെ സ്നേഹത്തെ യാഥാർത്ഥ്യമായി തിരിച്ചറിഞ്ഞ് ഈ സ്നേഹത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവനെ പരിധി വെക്കാതെ ആരാധിക്കണം. പലരെയും മറികടന്നു എന്നരികെ വന്നു, ചടുവുകളില്ലാതെ സൗഖ്യമാക്കിയതാണല്ലോ. പലരെയും മറികടന്നു എന്നരികെ വന്നു, ചടുവുകളില്ലാതെ സൗഖ്യമാക്കിയതാണല്ലോ. എന്നെ കിടത്തിയ കിടക്കയെടുത്തന്ന് നടന്നു തുടങ്ങിയതാ ആ വാക്യ ശക്തിയാ. എന്നെ കിടത്തിയ കിടക്കയെടുത്തന്ന് നടന്നു തുടങ്ങിയതാ ആ വാക്യം. നന്ദി നന്ദി